കുഴക്കാനോ പരത്താനോ എണ്ണയിൽ മുക്കിപ്പൊരിക്കാനോ ഒന്നിനും നിൽക്കാതെ വളരെ സിമ്പിളായിട്ട് നമുക്ക് നല്ല മുരിഞ്ഞ മുട്ട പഫ്സ് റെഡിയാക്കിയെടുത്താലോ. കണ്ടല്ലോ, കാണാനുള്ള മൊഞ്ച് പോലെ തന്നെ ഇത് കഴിക്കാനും ഉഗ്രനാണ്. അതും ഫ്രൈ പാനിൽ വെച്ചിട്ടാട്ടോ നമ്മളിത് ചെയ്തെടുക്കാൻ പോകുന്നത് മിനിറ്റുകൾക്കുള്ളിൽ. അപ്പം നമുക്കിതിനുള്ള ആ ടേസ്റ്റി മസാലക്കൂട്ട് റെഡിയാക്കാം. ഇതുപോലെയൊരു നോൺ സ്റ്റിക്കിൻ്റെ പാനോ ഒരു ചട്ടി എടുക്കുക. അതിലോട്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു ഒന്നോ രണ്ടോ കറിവേപ്പിൻ്റെ ഇല ഒന്ന് മൂപ്പിച്ചെടുത്ത ശേഷം അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് ചേർത്ത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി അതിൻ്റെ ആ ഒരു റോസ് സ്മെല്ലൊക്കെ ഒന്ന് മാറിയ ശേഷം ഇതിലോട്ട് അവിടെ ഒരു 2 സവാള ഇതുപോലെ കനം കുറച്ച് നീളത്തിൽ എറിഞ്ഞതും ഒരൊറ്റ പച്ചമുളകും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് സോഫ്റ്റാക്കി എടുക്കുകയാണ്. ഉള്ളിയൊക്കെ പെട്ടെന്നൊന്ന് കളർ ചേഞ്ച് ആവാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും കൂടിയും ചേർത്ത് നന്നായിട്ട് തന്നെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. വലിയൊരു പണിയൊന്നുമില്ല കേട്ടോ. ഇത് നോമ്പ് തുറക്കുന്നൊക്കെ സമയത്ത് ഇതുപോലെ ഒരെണ്ണം കിട്ടിയാൽ മതിയാവും. മനസ്സും വയറും ഒരുപോലെ നിറയും. അത്രയ്ക്ക് രുചിയാണ്. ഇനി നമുക്കിതിലോട്ടുള്ള മസാലപ്പൊടികൾ ചേർക്കാം. ഉള്ളിയൊക്കെ ഒന്ന് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലോട്ടൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി, കുറച്ച് ഗരം മസാലയുടെ പൊടി, അതുപോലെ തന്നെ അര ടീസ്പൂൺ നമ്മൾ കാശ്മീരി മുളക് പൊടി കേട്ടോ. അപ്പോൾ എരിവിന് ആവശ്യത്തിന് നമ്മളിവിടെ കുരുമുളകിൻ്റെ പൊടി ചേർത്തിട്ടുണ്ട്. അത് മതി. നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് ഒന്ന് തരണേ. നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു ടേസ്റ്റി ആൻഡ് സിമ്പിൾ പഫ്സ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളാരും മറക്കരുത്. മസാലയൊക്കെ നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുത്തിട്ടുണ്ട്. കൂടെ നമ്മൾ എന്ത് ചെയ്തു, 1 ടീസ്പൂൺ പച്ചവെള്ളം ഒഴിക്കുന്നുണ്ട്. അങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ മസാലയൊക്കെ നല്ല സോഫ്റ്റ് ആവും എന്ന് കരുതിയിട്ട് അങ്ങ് വെള്ളമൊന്നും ഒഴുകിക്കിടക്കില്ല. പെട്ടെന്ന് തന്നെ ഡ്രൈ ആയിട്ട് കണ്ടല്ലോ ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. കൂടെ നമുക്ക് 1-2 മല്ലിച്ചപ്പ് ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർത്തിട്ട് ഇതൊന്ന് അങ്ങോട്ട് മാറ്റി വെക്കാം. സിമ്പിളല്ല ഈ ഒരു മസാലക്കൂട്ടൊക്കെ. ഈ ഒരു റെസിപ്പിയും നല്ല സിമ്പിളാണ് കേട്ടോ. ചെയ്ത് നോക്കുമ്പോഴേ നമുക്കറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി ഇതുപോലൊരു ഇഡ്ഡലിച്ചെമ്പിൽ എടുക്കുന്നുണ്ട്. അതിലോട്ട് തട്ടൊക്കെ വെച്ച് കൊടുത്തിട്ട് കുറച്ച് സ്ലൈസ് ബ്രെഡാണ് കേട്ടോ വെക്കുന്നത്. ബ്രെഡ് നല്ല ഹാർഡായിട്ടുള്ള ബ്രെഡും നല്ല സോഫ്റ്റും കിട്ടും. നല്ല സോഫ്റ്റ് ബ്രെഡാണ് നിങ്ങൾക്ക് കിട്ടുന്നെങ്കിൽ ഈ ഒരു സംഭവം നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. നമുക്ക് ഇഡ്ഡലി തട്ടിലൊന്നും ആവി കയറ്റിയെടുക്കണ്ട. അപ്പോൾ എനിക്ക് കിട്ടിയ ചെറിയൊരു ഹാർഡുള്ളത് കൊണ്ട് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ആവി കയറുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ. ഒരു 2-3 മിനിറ്റൊക്കെ മതി. അപ്പോഴേക്കും തന്നെ നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടും. എന്നിട്ട് നമുക്കിത് വേറൊരു പ്ലേറ്റിലോട്ടൊന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ബ്രെഡ് വാങ്ങുന്ന സമയത്ത് അധികം നല്ല വലിയ ബ്രെഡ് നോക്കി വാങ്ങാം കേട്ടോ. അപ്പോഴാണ് നമുക്ക് നല്ല രീതിയിൽ ഇതിങ്ങനെ ആ ഒരു എഗ്ഗൊക്കെ വെച്ചിട്ട് ഇങ്ങനെ മടക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ രണ്ടാമത്തും ഞാനൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബ്രെഡൊക്കെ ഉണ്ടല്ലോ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഓരോ ബ്രെഡും ഇങ്ങോട്ട് എടുക്കുക. എന്നിട്ട് പതുക്കെ റോളർ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ബ്രെഡ് അത്യാവശ്യം വലിയ ബ്രെഡാണെങ്കിൽ ഇതിൻ്റെ ഈ ഒരു 4 ഇതുണ്ടല്ലോ 4 ഭാഗവും ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കുക കേട്ടോ. ആ ഒരു ബ്രൗൺ കളറൊക്കെ. അപ്പോൾ എനിക്ക് കിട്ടിയത് അത്ര വലുതൊന്നുമല്ല. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ കട്ട് ചെയ്യാനൊന്നും പോണില്ല. ഇങ്ങനെ തന്നെയാണ് റെഡിയാക്കുന്നത്. അപ്പോൾ ഒന്നുകൂടി മൊഞ്ചൊക്കെ വേണമെന്നുള്ളവർക്ക് അത്യാവശ്യം വലിയ ബ്രെഡ് നോക്കി വാങ്ങിയിട്ട് അതിൻ്റെ ആ 4 സൈഡൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കി വൈറ്റ് കളറിൽ തന്നെ ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 2-3 നമ്മളെ വീട്ടിൽ എത്ര ആൾക്കാരുണ്ടോ അതിനനുസരിച്ചിട്ടുള്ള കോഴിമുട്ടയാണ് പുഴുങ്ങിയെടുക്കുക. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ടേസ്റ്റി മസാലക്കൂട്ടിൽ നിന്നും 1 ടീസ്പൂൺ മസാല ഇതിലോട്ട് അങ്ങ് വെച്ച് കൊടുക്കുക. പതുക്കെ 1 സ്പൂൺ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളെടുത്തിട്ടുള്ള ഒരു മുട്ടയുടെ പകുതി ഇതിലോട്ട് അങ്ങ് വെച്ചിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോഴേ നമുക്ക് കറക്റ്റായിട്ട് മടക്കാൻ പറ്റുള്ളൂ. ഇനി ഇതിൻ്റെ ഇതുപോലെയാണ് ചെയ്യേണ്ടത്. ഒന്നെങ്കിൽ നിങ്ങൾക്കിത് വെള്ളം നനച്ചിട്ട് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ പ്രസ് ചെയ്ത് ഒട്ടിച്ച് കൊടുക്കാം. അതല്ല എന്നെങ്കിൽ ടൂപ്പിക്ക് വെച്ചിട്ടൊന്ന് കുത്തി കൊടുക്കുക. ഇനിയിപ്പോൾ അതല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പരിപാടി കുറച്ച് മൈദ ഒന്ന് കലക്കിയെടുത്തിട്ട് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കലാണ്. മൈദ തേക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ടൂപ്പിക്കോ ഇരിക്കലൊക്കെ വെച്ചിട്ട് പതുക്കെ ഒന്നിങ്ങനെ 4 സൈഡും വെച്ചിട്ട് പിടിച്ചിട്ട് അതിലിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം അങ്ങ് ഒട്ടി നിന്നോളും.
ഇതാകുമ്പോൾ പൊട്ടിപ്പോരെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിൽക്കും കേട്ടോ. കണ്ടല്ലോ, പതുക്കെ പതുക്കെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. 4 സൈഡും നല്ല സൂപ്പറായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഈ ഒരു ബ്രൗൺ കളർ ഇവിടെ വന്നുകൊണ്ട് കാണാൻ അത്ര അങ്ങോട്ട് ചുറുക്ക് പോരാ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വാങ്ങുമ്പോൾ വലിയ ബ്രെഡ് കിട്ടുകയാണെങ്കിൽ ആ ഒരു 4 സൈഡും ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് ചെയ്തെടുക്കുക കേട്ടോ. പക്ഷേ തിന്നാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല സൂപ്പറാണ്, നല്ല മുരിഞ്ഞും കിട്ടും, നല്ല സൂപ്പർ ഫില്ലിങ്ങുമാണ്. അതിലുപരി നമുക്ക് ഈ നോമ്പ് നോറ്റിട്ടുള്ള കഴിക്കലും പരത്തലും ഒന്നും നടക്കില്ല, പെട്ടെന്ന് പരിപാടി കഴിയണം അല്ലേ. അപ്പോൾ ഇതൊക്കെ തന്നെ പറ്റുള്ളൂ. എന്നാലോ കുട്ടികളെ എന്നും മുഷിപ്പിക്കരുത്, ഒരുപാട് എണ്ണയിൽ പൊരിക്കുക കരിക്കുക അങ്ങനെയുമില്ല. അങ്ങനെ മുഴുവനായിട്ടും ഞാനിതാ ഇതുപോലെയൊന്ന് മടക്കി എടുക്കുകയാണ് കേട്ടോ. മാവൊക്കെ ഒന്ന് മൈദാ മാവൊക്കെ ഒന്ന് തേച്ച് കൊടുത്തിട്ട് പതുക്കെ പതുക്കെ പ്രസ് ചെയ്ത് എല്ലാം അങ്ങോട്ട് ഒട്ടിച്ചെടുക്കുകയാണ്. പഫ്സ് ഇഷ്ടമില്ലാത്ത ആരാലേ ഉള്ളത്, എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ഈ ഒരു പഫ്സും നല്ലോണം മുരിഞ്ഞിട്ടാട്ടോ നമുക്ക് കിട്ടുക. ഇത് നിങ്ങൾക്ക് 2 രീതിക്ക് ചെയ്യാം. ഒന്നെങ്കിൽ എയർ ഫ്രൈ വെച്ചിട്ട് ചെയ്തെടുക്കാം, അതല്ലെങ്കിൽ നമുക്ക് സാധാരണ നോൺ സ്റ്റിക്ക് പാനിൽ വെച്ചിട്ട് ചെയ്യാം. ഞാനിവിടെ 2 രീതിക്കും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 4 എണ്ണം എയർ ഫ്രൈയിൽ വെച്ചിട്ട് ജസ്റ്റ് ഞാനിവിടെ നെയ്യാണ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിന് പകരം ഒരു മുട്ടയൊന്ന് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് ജസ്റ്റ് മുകളിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്താലും അതിൻ്റെ മുകൾ ഭാഗമൊക്കെ നന്നായിട്ട് ബ്രൗൺ ആയിട്ട് നല്ല അടിപൊളി സെറ്റായിട്ട് കിട്ടും. പക്ഷേ അപ്പോൾ ഞാനിവിടെ ഇതിൽ നെയ്യൊക്കെ തേച്ചിട്ട് ഒന്ന് സെറ്റാക്കുന്നത് കേട്ടോ. അപ്പോൾ അതാ ഇനി നമ്മൾ പാനിൽ റെഡിയാക്കുന്നത് ഇതാ ഇതുപോലെ 1 ടീസ്പൂൺ നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരെണ്ണം ഇതാ ഇതുപോലെ എല്ലാവരെയും നിരത്തി അങ്ങോട്ട് വെച്ച് കൊടുക്കുക. തിരിച്ചും മറിച്ച് വിട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് മുരിച്ചെടുത്തോളൂ. അപ്പോൾ രണ്ടും നല്ല സൂപ്പറായിരുന്നു കേട്ടോ. നമുക്ക് എങ്ങനെയാണോ നല്ലത്, ഇനി ഒരു തുള്ളി നിങ്ങൾക്ക് എണ്ണ വേണ്ട എന്ന് തോന്നുകയാണെങ്കിൽ ഒരു തുള്ളി പോലും നെയ്യ് ചേർക്കാതെ എയർ ഫ്രൈയിൽ വെച്ചിട്ട് മുരിച്ചെടുത്താലും മതി. അപ്പോൾ അതാ ഞാനിതാ ഓരോ ഭാഗം ഇങ്ങനെ കുറച്ച് നെയ്യൊക്കെ ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. നെയ്യിന് പകരം ഞാൻ പറഞ്ഞ പോലെ ഒരു മുട്ടയൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ട് ഒന്ന് ബ്രഷിൽ ഇങ്ങനെ വെച്ചിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും ഭംഗിയാവും. ഭംഗിയല്ല, കാണാനും കഴിക്കാനൊക്കെ രുചിയാവും. ഞാൻ സിമ്പിളായിട്ട് വേഗം ചെയ്തു തന്നേ ഉള്ളൂ കേട്ടോ. അതാ 2 സൈഡും നന്നായിട്ട് അങ്ങോട്ട് മുരിഞ്ഞ് വരുന്നുണ്ട്. ഇനിയിപ്പോൾ എണ്ണയിൽ പൊരിക്കാത്ത പലഹാരമൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്ത് നടക്കണ്ട, എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഉണ്ടാക്കാനാണെങ്കിൽ വളരെ സിമ്പിൾ, കഴിക്കാനാണെങ്കിൽ നല്ല രുചിയാണ്. കണ്ടല്ലോ, അതിൻ്റെ ആ ഒരു ഭാഗമൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് സെറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഒരാൾക്ക് ഒരെണ്ണം തിന്നുമ്പോഴേക്കും തന്നെ വയറ് നിറയും കേട്ടോ. ഒരു മുട്ടയുടെ ഹാഫ് പോർഷൻ ഉണ്ട്, മസാലയൊക്കെ ആയിട്ട് നല്ല രുചിയാണ്. നെയ്യിൽ ഇങ്ങനെ ഫ്രൈ ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് വെളിച്ചെണ്ണയൊക്കെ എടുക്കാം കേട്ടോ, ഇതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. എന്തായാലും കുറച്ചൊന്ന് തേച്ച് കൊടുത്താൽ മതി, ഒരുപാട് മുക്കി പൊരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമ്മളിത് ഒരെണ്ണം എടുത്തിട്ട് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അതിൻ്റെ ഉൾവശം ആ ഒരു മുട്ടയും മസാലയൊക്കെ നല്ല രീതിയിൽ ഇതിലിങ്ങനെ പിടിച്ചിരിക്കുകയാണ്. ആരെങ്കിലും ഈ ഒരു ബ്രെഡ് കൊണ്ടുള്ള പഫ്സ് ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് നോക്കാം. വലിയൊരു പണിയൊന്നുമില്ലല്ലോ, എളുപ്പം കഴിയൂലേ. ചില ടൈമിൽ നമുക്ക് ചിക്കനും ബീഫും ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ മുട്ട കൊണ്ട് മക്കളെ ഒന്നും മുഷിപ്പിക്കാത്ത രീതിയിൽ ഇതുപോലെ നല്ല ടേസ്റ്റി പഫ്സ് ഒന്ന് റെഡിയാക്കാം. അങ്ങനെ ഇതാ നമ്മുടെ എയർ ഫ്രൈയും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അത് ഇതാ നന്നായിട്ട് മുരിഞ്ഞ് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടല്ലോ, നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് വേവിച്ചെടുക്കാവുന്നതാണ്. ഓവനുള്ളവർക്ക് അതിൽ വെച്ചിട്ടൊക്കെ ചെയ്യാം. ഏതായാലും സംഭവം അടിപൊളിയാണ്, നല്ല ടേസ്റ്റുമാണ്, ഉണ്ടാക്കാനാണെങ്കിൽ നല്ല എളുപ്പമാണ്. കണ്ടല്ലോ, നിങ്ങളെല്ലാവരും നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഈ ഒരു സിമ്പിൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എല്ലാവരും കാണട്ടെ. ഒരുപാട് സമയം അടുക്കളയിൽ മെനക്കെടാതെ സിമ്പിളായിട്ട് റെഡിയാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഐറ്റം തന്നെയാണ്. ബ്രെഡ് വാങ്ങുന്ന സമയത്ത് അത്യാവശ്യം വലിയ ബ്രെഡ് വാങ്ങിയെടുത്താൽ മതി. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ മടക്കാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഇതിലൊരെണ്ണം ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം, അതിൻ്റെ ഉൾവശം കൂടി. നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ നമ്മൾ നോമ്പ് തുറക്കുന്നതിൻ്റെ ഒരു 10-15 മിനിറ്റ് മുന്നേ റെഡിയാക്കിയാൽ മതി, അത്ര പണിയേ ഉള്ളൂ. കണ്ടല്ലോ അതിൻ്റെ ഉൾവശം, സൂപ്പറായിട്ടില്ലേ? ഇഷ്ടമായോ നിങ്ങൾക്കൊക്കെ? ഇഷ്ടമായി എല്ലാവരും കമൻറ്റിൽ കൂടെ ഒന്ന് അറിയിക്കുക. ഇൻഷാ അല്ലാഹ് നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. എല്ലാവരോടും അസ്സലാമു അലൈക്കും.